ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കിന്ന് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. നമ്മുടെ ജീവിതത്തിൽ നിത്യം നമ്മൾ ഉപയോഗിക്കേണ്ടതും നമുക്ക് ആവശ്യമായി വരുന്നതായിട്ടുള്ള ഒരു ആപ്പാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൽ ഒരു 4-5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ഉറക്കം വളരെ പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിൽ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ റെസ്റ്റിംഗ് ടൈമാണ്. അയാൾക്ക് വേണ്ട ശരീരഭാഗങ്ങൾക്കും ബ്രെയിനിനൊക്കെ വേണ്ട റിപ്പയറിങ് നടക്കേണ്ട, വളരെ സുഗമമായിട്ട് നടക്കേണ്ട ഒരു സമയമാണ് ഉറക്കം. നല്ലൊരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് പിറ്റേ ദിവസം നല്ല പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനും ബാക്കി ലൈഫ് എൻഗേജ്മെൻറ്റ്സുകൾ നടത്താനും സാധിക്കും. അപ്പം ഉറക്കത്തിൽ തന്നെ പല അഭിപ്രായങ്ങളും ഉണ്ട്. ചില ആളുകൾ പറയും 8 മണിക്കൂർ ഉറങ്ങണം, ചില ആളുകൾ പറയുന്നുണ്ട്, പല അഭിപ്രായങ്ങളും പറയുന്നതിൽ 7 മണിക്കൂർ പറയുന്നുണ്ട്, 6 മണിക്കൂർ പറയുന്നുണ്ട്. അപ്പം ഉറക്കത്തിൻ്റെ പല സ്റ്റേജുകളെ കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അതാണ് ബേസിക്കലി ഈ ആപ്പിൽ പറയുന്നത്. അപ്പം ആപ്പിൻ്റെ പേര് ഞാനിവിടെ ഒന്ന് പറയാം. സ്ലീപ്പ് ടൈം എന്നാണ് ആപ്പിൻ്റെ പേര്. ഓക്കെ, അപ്പം ആപ്പ് തുറന്നു വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. കാണുന്നുണ്ടോയെന്നറിയില്ല. അപ്പോൾ അതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പം ഉറങ്ങണം, അതായത് നമ്മളിപ്പം ഉറങ്ങിക്കഴിഞ്ഞ് എപ്പോൾ എണീക്കണം, എപ്പം ഉറങ്ങണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ആപ്പാണ്. അപ്പം ബേസിക്കലി പറയുകയാണെങ്കിൽ ഉറക്കത്തിൻ്റെ സൈക്കിളുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു 30 മിനിറ്റ്സ് ആണ് ഉറക്കത്തിൻ്റെ ഫസ്റ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആക്ച്വലി ഉറക്കത്തിലോട്ട് എത്തിയിട്ടുണ്ടാവില്ല, ഡീപ്പ് സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റിലോട്ട് എത്തിയിട്ടുണ്ടാവില്ല. നമ്മൾ ഉറക്കത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് ഉണ്ടാവാം. ഓക്കെ, അപ്പം ഈ ഉറക്കത്തിലാണ് നമ്മൾ പവർ നാപ്പ് എന്ന് പറയും, നാപ്പുകൾ എടുക്കേണ്ടത്. ഇതാണ് നാപ്പ് എന്ന് പറഞ്ഞുള്ളത്. അത് മേ ബി ലെസ് ദാൻ 30 മിനിറ്റ്സിനാണ് പറയുന്നത് നാപ്സ് എന്ന് പറയുന്നത്. ബേസിക്കലി നാപ്സുകൾ നമുക്ക് ശരിക്കും ഒരു റിഫ്രഷ്മെൻ്റ് ആണ് തരാം. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുകയാണ് ഹാർഡ്ലി, ഒരുപാട് സാധനങ്ങൾ കുറേ മൾട്ടിപ്പിൾ ടൈംസ് വർക്ക് ചെയ്യുമ്പോൾ ബ്രെയിന് എന്ത് ചെയ്യും, സ്റ്റക്ക് ആവുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, പക്ഷെ നമുക്കതിന് സൊല്യൂഷൻസിലോട്ട് എത്താൻ പറ്റില്ല. സോ ആ കേസുകളിലൊക്കെ സയൻറ്റിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് പിന്നെ ഒരു പവർ നാപ്പ് എന്നാണ് അവർ പറയുക. ഒരു നാപ്പ് എടുക്കുക. അതൊരു 25 മിനിറ്റ്സ് ആണ് അതിൻ്റെ ഒരു ടൈം പറയുന്നത്. 25 മിനിറ്റ്സ് ഉറങ്ങിയിട്ട് എണീറ്റതിന് ശേഷം പിന്നെ ബാക്കി വർക്കിലോട്ട് എൻഗേജ് കഴിഞ്ഞാൽ ബ്രെയിൻ കുറച്ചും കൂടെ ആക്റ്റീവ് ആകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ചില സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്താലാണ് ഈ ഒരു 25 മിനിറ്റ്സിലായിട്ട് എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇവിടെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് പ്രാക്ടീസ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എണീക്കാം. നമ്മൾ എണീക്കുമ്പോൾ ചിലപ്പോൾ ഒരു 1-2 മണിക്കൂറൊക്കെ കഴിയും. അപ്പോഴത്തേന് സൈക്കിള് ഡിഫറെൻ്റ് ആയിട്ടുണ്ടാകും. ഒരു ഉറക്കത്തിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പൂർണ്ണമായിട്ടുള്ള സൈക്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ 90 മിനിറ്റ്സ് ആണ്, അതായത് 1.5 മണിക്കൂറാണ്. ഈ 1.5 മണിക്കൂർ കഴിയുമ്പോഴാണ് 90 മിനിറ്റ്സ് നമ്മുടെ തീരുമ്പോഴാണ് നമ്മുടെ ഒരു സൈക്കിൾ കഴിയുന്നത് ഉറക്കത്തിൻ്റെ. അങ്ങനെ ആണ് ടൈം പോവാം. 90 മിനിറ്റ്സ് മേലെ പിന്നെ 90 മിനിറ്റ്സ് ഇങ്ങനെ ടൈം പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ എപ്പോൾ എണീക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയാം. അപ്പം ഈ ശരിക്ക് 90 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു പീരീഡ് കഴിഞ്ഞിട്ട് നമ്മൾ എണീക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര റിഫ്രഷ്ഡ് ആയിരിക്കും. ചില സമയത്ത് നമ്മൾ ആലോചിച്ചിട്ടില്ല, നമ്മൾ ഈ വൈകുന്നേരമൊക്കെ ഉറങ്ങിയിട്ട് നമ്മൾ ഏതൊരു ടൈം എണീറ്റിട്ട് നമുക്കൊരു ബോധ്യമോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കിളി പോയ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മൾ വരാറില്ല. അതൊക്കെ പ്രധാനമായിട്ടും വരുന്നത് ഈ സൈക്കിളിനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ എണീക്കുന്നതുകൊണ്ടാണ്. നമുക്ക് ആക്ച്വലി റിഫ്രഷ്മെന്റ് ഉണ്ട്. ഈ സൈക്കിള് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ സൈക്കിള് കംപ്ലീറ്റ് ആവാതെ നമ്മൾ എണീക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. സോ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ആപ്പ് വന്നിരിക്കുന്നത്. ഈ ആപ്പിൽ എന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈമുകൾ ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ആപ്പ് പിന്നെ ഈ സ്ലീപ്പ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വന്നു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് അതിൻ്റെ യൂസ് ഒക്കെ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കിടക്കുന്ന ആപ്പാണ്. അപ്പം ഇവിടെ അലാംസിൻ്റെ ഐക്കൺസ് ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് തന്നെ അലാംസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പം നമ്മൾ ഇപ്പം ഉറങ്ങിക്കഴിഞ്ഞിട്ട് എത്ര മിനിറ്റ് കൊണ്ട് എണീക്കണം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഇനി അതാണ് നാപ്പിൻ്റെ കേസ്. ഇനി ഒരു മനുഷ്യന് ശരാശരി ഉറങ്ങാൻ ഓൺ ആൻ ആവറേജ് വേണ്ടത് സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ 14 മിനിറ്റ്സ് ആണ്, 14 മിനിറ്റ് എന്നാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ വന്നിട്ട് ഒരാൾ 14 മിനിറ്റിൽ ഉറങ്ങും എന്നാണ് സയൻസ് പറയുന്നത്.
പിന്നെ അതിന് മേലെ ഉറങ്ങാത്തവർക്ക് മേ ബി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്. പിന്നെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6 മിനിറ്റ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ 90 മിനിറ്റ്സ് വെച്ച് വെക്കുമ്പോൾ 3 hours ആവും. 3 hours 4.30 ആവും. പിന്നെ അതുപോലെ തന്നെ 6 hours അല്ലെങ്കിൽ 7.30 hours, അതായത് 7.5 മണിക്കൂറൊക്കെയാണ് നമുക്ക് ഉറങ്ങുന്നത് കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ഉറങ്ങുമ്പോൾ അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ സൈക്കിളിൽ ഉറങ്ങുമ്പോൾ കൃത്യമായിട്ട് നമുക്കത് കിട്ടുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഈ ആപ്പ് വെച്ചിട്ട് തന്നെ 30 എന്താ പറയുക, ഒരു സൈക്കിൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1 cycle 2 cycles എത്ര അവേഴ്സാണ് നമ്മൾ ഉറങ്ങാൻ പോകണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എത്ര സൈക്കിൾ നമുക്ക് കിട്ടും, പിന്നെ എത്ര അവേഴ്സും മിനിറ്റ്സും നമ്മൾ ഉറങ്ങുന്നുണ്ട്. ഇപ്പം നമ്മൾ ഉറങ്ങാൻ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ 14 മിനിറ്റ്സും ആഡ് ചെയ്തിട്ടാണ് അലാം ഇവിടെ സെറ്റ് ചെയ്യപ്പെടുക. സോ ഇത്തരത്തിൽ നമ്മളൊരു സൈക്കിൾ വെച്ച് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ മാക്സിമം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ 10 hours ആണ്. 10 hours മേലെ ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മളൊരു ഫാറ്റീഗ് ആവും. അതായത് നമുക്കൊരു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കിളി പോയൊരവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഇതിൽ പറയുന്നത് പോലെ ഒരു മാക്സിമം ഒരു 5 സൈക്കിള് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഉറക്കമായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇപ്പോൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ആപ്പ്, നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ആപ്പ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.